ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പ്രീതി വാ, ഇനി നീ എന്റേതാ. പ്രീതി പെട്ടെന്ന് ഞെട്ടിപ്പോയി. താൻ എന്താ ഇവിടെ? താൻ വീണ്ടും മതിയായില്ലേ തനിക്ക്? ഇതേ സമയം ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങിയ രഘു ആ കോൾ വന്ന് കട്ടായത് മുതൽ ആകെ അസ്വസ്ഥനാണ്. മഹാദേവ, ആ ഫോൺ വിളിച്ച ആൾ എന്തൊക്കെയാ ഈ പറഞ്ഞത്? എൻ്റെ പ്രീതിയെ പറ്റിയല്ലേ അയാൾ ഈ പറഞ്ഞത്? എൻ്റെ പ്രീതി ഒരിക്കലും അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല. അവളെ എനിക്കറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയുകയുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും പ്രീതി അതെന്നോട് പറയുമായിരുന്നു. ഇല്ല രഘുവീർ, അവൾ നിന്റെ ഈസമോളുടെ അമ്മയാണ്. ജനിക്കാനിരിക്കുന്ന നിന്റെ മറ്റൊരു കുഞ്ഞിൻ്റെ കൂടി അമ്മയാകാൻ പോകുന്നവളാണ്. ഒരിക്കലും അവളെ നീ അവിശ്വസിക്കരുത്. ഇത്രയും രഘു സ്വന്തം മനസാക്ഷിയോട് പറഞ്ഞു. പക്ഷേ രഘു ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങിയെങ്കിലും ഇന്നത്തെ മൂഡ് ആകെ പോയിരുന്നു. മഹാദേവ, ഇന്നത്തെ എൻ്റെ മൂഡ് പോയി. ഇനി ഞാൻ ഓഫീസിലേക്ക് പോയാൽ ശരിയാവില്ല. തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാം. ഇത്രയും പറഞ്ഞ് രഘു നേരെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു. ഇതേ സമയം ദിനേശ് പ്രീതിയുടെ അടുത്തേക്ക് വന്നു. എന്താ പ്രീതി, ഒന്ന് സമ്മതിക്കുന്നേ? നിന്റെ ഭർത്താവൊന്നും ഇവിടെ ഇല്ലല്ലോ. നിനക്ക് ഓർമ്മയുണ്ടല്ലോ പണ്ട് നടന്ന സംഭവം? വീണ്ടും ഓരോന്ന് പറഞ്ഞ് ദിനേശ് പ്രീതിയുടെ കയ്യിൽ പിടിക്കാനായി തുടങ്ങി. ഇതേ സമയം രഘു അവിടെ എത്തിയിരുന്നു. രഘു അവിടെ എത്തുന്ന അതേ സമയം പ്രീതി ദിനേശിനോട് പറയുന്നുണ്ടായിരുന്നു, താൻ എന്തിനാ ഇപ്പോഴും എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ മതിയാക്കാൻ. അന്നേരം ദിനേശ് അവളോട് പറഞ്ഞു, അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ? നീ പണ്ട് സമ്മതിച്ചിരുന്നല്ലോ, പിന്നെ ഇപ്പോൾ എന്തു പറ്റി? എടുത്ത പായാലെ പ്രീതി പറഞ്ഞു, അന്ന് ഞാൻ സമ്മതിച്ചത് എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ നീ എന്ന കഴുകന് മുന്നിൽ എനിക്ക് തല കുനിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് അതുപോലെ അല്ല. പ്രീതി ദിനേശിനോട് പറയുന്ന ഈ വാക്കുകൾ കേട്ടുകൊണ്ടാണ് രഘു വീടിനകത്തേക്ക് വന്നത്. തൻ്റെ മുന്നിൽ നടക്കുന്ന ദൃശ്യം കണ്ട രഘു പ്രീതിയുടെ ഈ വാക്കുകൾ കൂടി കേട്ടപ്പോൾ തൻ്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞയാൾ പറഞ്ഞ കാര്യം സത്യമാണെന്ന് തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് രഘുവിന് കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി. ഒരു നിമിഷം ചിന്തിച്ചു നിൽക്കാതെ രഘു ദിനേശിന്റെ അടുത്തേക്ക് പോയി അവന്റെ കരണം നോക്കി രണ്ട് പൊട്ടിച്ചിട്ട് അവിടെ നിന്നും അയാളെ തല്ലി ഇറക്കി. ദിനേശ് അവിടെ നിന്നും പോയി. അന്നേരം പ്രീതി ഓടി വന്ന് രഘുവിനെ കെട്ടിപ്പിടിച്ചു. രഘുവേട്ട, ഞാൻ ആകെ ഭയന്നിരുന്നു. ഇവൻ എന്നെ. പ്രീതി ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ രഘു അവളെ തൻ്റെ അടുത്ത് നിന്നും തള്ളി മാറ്റി. മാറി നിൽക്കടി, ഒരുമ്പെട്ടവളെ. ഇത്രയും നാൾ നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ? നീ അവനോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടു. ഇനി എനിക്ക് ഒന്നും കേൾക്കുകയും വേണ്ട, അറിയുകയും വേണ്ട. എൻ്റെ മനസ്സിൽ നിനക്കെൻ്റെ ജീവനേക്കാളും സ്ഥാനമുണ്ടായിരുന്നു. ഇന്ന് എന്നോട് ഒരാൾ ഫോൺ വിളിച്ച് ഈ കാര്യം പറഞ്ഞിട്ട് പോലും ഞാൻ നിന്നെ വിശ്വസിച്ചിരുന്നു. പക്ഷെ നീയോ ഇത്രയും നാൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? വേണ്ട, മതിയായി. ഇന്ന് ഈ നിമിഷം ഞാനും നീയും തമ്മിലുള്ള ബന്ധം അവസാനിക്കുകയാണ്. എനിക്ക് പറയാനൊരു അവസരം. എനിക്കൊരു പുല്ലും കേൾക്കണ്ട. മതി രഘുവീർ അലാവത്ത്. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ പറഞ്ഞ ഈ വാക്കുകളുണ്ടല്ലോ, മറ്റൊരുവന്റെ കൂടെ വിവാഹത്തിന് മുമ്പ് കിടന്നു കൊടുത്തവളാണവൾ. ഞാൻ ഇത്രയും നാൾ എൻ്റെ മോളെന്ന് കരുതി തന്നെയാ സ്നേഹിച്ചേ. ഇപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട്. എന്റേതല്ലെങ്കിൽ കൂടിയും ഇസമോളെ ഞാൻ പൊന്നുപോലെ വളർത്തുവഴി. രണ്ടു വഴി തന്നെ ഇനി നമുക്ക്.